ആലപ്പുഴ എഴുപുന്ന ശ്രീനാരായണപുരം ക്ഷേത്രത്തിലെ തിരുവാഭരണം കവർന്നു. ഇന്നലെ വിഷുവിന് വിഗ്രഹത്തിൽ ചാർത്തിയ തിരുവാഭരണം ആണ് കാണാനില്ലാത്തത്. കീഴ്ശാന്തി കൊല്ലം സ്വദേശിയായ രാമചന്ദ്രനെ ഇന്നലെ ഉച്ച മുതലും കാണാനില്ല. കിരീടം, 2 മാലകൾ അടക്കം 20 പവൻ സ്വർണ്ണാഭരണമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. രാമചന്ദ്രന്റെ കൊല്ലത്തെ വീട്ടിൽ പോലീസ് അന്വേഷിച്ചെത്തിയെങ്കിലും രാമചന്ദ്രനെ കണ്ടെത്താൻ സാധിച്ചില്ല. വീട്ടിൽ എത്തിയിട്ടില്ല എന്നാണ് കുടുംബാംഗങ്ങൾ പോലീസിനെ അറിയിച്ചത്. ശരണ്യ സ്നേഹജൻ ആണ് ചേരുന്നത്. ശരണ്യ, ഈ രാമചന്ദ്രൻ തന്നെ ആയിരിക്കണം ഈ തിരുവാഭരണം എടുത്തിട്ടുള്ളത് എന്ന നിഗമനത്തിലാണോ പോലീസ്? അഭിലാഷ്, മേൽശാന്തി ഇന്നലെ അവധിയായിരുന്നു. അതുകൊണ്ട് തന്നെ കീഴ്ശാന്തിയായ രാമചന്ദ്രൻ ഓറ്റിക്ക് ആയിരുന്നു ഇന്നലത്തെ വിഷുദിനവുമായി ബന്ധപ്പെട്ടുള്ള വിഗ്രഹം ഒരുക്കൽ അടക്കമുള്ള കാര്യങ്ങൾക്ക് ഉള്ള ചുമതല നൽകിയിരുന്നത്. ഇതിനകത്താണ് ഇപ്പോൾ ഈ അരൂരിലെ ക്ഷേത്രത്തിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ കവർ ചെയ്യപ്പെട്ടു എന്നുള്ള ബോധ്യം ഇന്നലെ ഉച്ചയോടുകൂടി പോലീസിനും ഒപ്പം തന്നെ ക്ഷേത്ര ഭാരവാഹികൾക്കുമാവുന്നത്. എഴുപുന്ന ക്ഷേത്രത്തിൽ നിന്നാണ് ഇത്തരത്തിൽ സ്വർണ്ണാഭരണങ്ങൾ കാണാതെ പോവുകയും ചെയ്തിട്ടുള്ളത്. എഴുപുന്ന ശ്രീനാരായണപുരം ക്ഷേത്രത്തിലാണ് വിഷു ദർശനത്തിനായി പുലർച്ചെ 5 മണിയോടുകൂടിയാണ് 2 മാലകയും ഒപ്പം തന്നെ കിരീടവും ഉൾപ്പെടെയുള്ള ഭഗവാനെ അണിയിക്കുന്നതിന് വേണ്ടിയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇവർ ലോക്കറിൽ നിന്ന് വാങ്ങിയത്. അത് ക്ഷേത്രം സാധാരണഗതിയിൽ അങ്ങനെയാണ്. അതായത് വിശേഷ ദിവസങ്ങളിൽ ഇത് കൊടുക്കാറുണ്ട്. രാവിലെ 5 മണിയോടുകൂടി അവിടെ ചെന്ന് ഇത് കൈപ്പറ്റിയിരിക്കുന്നത് രാമചന്ദ്രനാണ്. അതിനുശേഷം ഉച്ചപൂജയ്ക്ക് ശേഷം ഇത് തിരികെ നൽകുന്നതിന് വേണ്ടി ആണ് തിരികെ ഏൽപ്പിക്കുന്നത്. പക്ഷെ ആ ഏൽപ്പിക്കുന്ന സമയത്ത് ഈ സ്വർണ്ണാഭരണങ്ങൾ നൽകാനായി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അതിനുശേഷം പിന്നീട് ക്ഷേത്രം ഭാരവാഹികൾ ഇയാൾ ഇത് എവിടെയെങ്കിലും ഊരി വെച്ചിട്ടുണ്ടാവും എന്നുള്ള ധാരണയിൽ അവിടെ തിരച്ചിൽ നടത്തി. പക്ഷേ ആ തിരച്ചിൽ നടത്തിയ ഘട്ടത്തിൽ പോലും സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് അരൂർ പോലീസിനെ വൈകിട്ടോടെ വിവരം അറിയിക്കുകയായിരുന്നു. ഈ രാമചന്ദ്രൻ കഴിഞ്ഞ 13 രാവിലെ 5 മണിക്കാണ് ഈ വിഷുവിന്റെ അന്നല്ല 13-ാം തീയതി രാവിലെ 5 മണിക്കാണ് ലോക്കറിൽ നിന്ന് ഇയാൾ ഈ സ്വർണ്ണാഭരണങ്ങൾ എടുത്തിട്ടുള്ളത്. 20 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങളാണെന്നുള്ളതാണ് ക്ഷേത്രം ഭാരവാഹികൾ വ്യക്തമാക്കിയിട്ടുള്ളത്. കൊല്ലത്ത് ഇയാളുടെ വീട്ടിലും ഇയാൾ എത്തിയിട്ടില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു. CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുകയാണ്. അഭിലാഷ്. യെസ്, എന്തായാലും ഇപ്പോൾ ഇതിന്റെ ഉത്തരവാദികൾ ആര് എന്ന് പറയാൻ സാധിക്കുന്നില്ല. ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം വിഷുവുമായി ബന്ധപ്പെട്ട് നടന്ന പൂജകൾക്ക് വേണ്ടിയാണ് തിരുവാഭരണം ചാർത്തിയത് വിഗ്രഹത്തിൽ. ആ തിരുവാഭരണമാണിപ്പോൾ കാണാനില്ലാത്തത് എന്ന് പറയുന്നു. 20 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ, തീർച്ചയായും ലക്ഷക്കണക്കിന് രൂപ വരുന്നതാണ്. ഈ ശരണ്യെ സൂചിപ്പിച്ചതനുസരിച്ചിട്ടാണെങ്കിൽ സാധാരണ ദിവസങ്ങളിൽ പൂജ നടത്തുന്ന ശാന്തി അല്ല അന്ന് എത്തിയത് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ ശാന്തിക്കാരനെ കാണാതായിട്ടുള്ളത്? ഇനി മറ്റാരുടെയെങ്കിലും പ്രേരണപ്പുറത്താണോ ശാന്തി ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്? മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ? ഇതിലൊക്കെ കുറച്ചുകൂടി വ്യക്തത കൈവരേണ്ടതുണ്ട്. ശരണ്യ തുടരുന്നുണ്ട്. ശരണ്യ, ഇതിപ്പോൾ ക്ഷേത്രം ഭാരവാഹികൾ പരാതി നൽകിയിട്ടുണ്ട്. നമുക്ക് ഗസ്റ്റ് ചെയ്യാനേ സാധിക്കുകയുള്ളൂ. പുറത്തു നിന്നാരും അവിടെ എത്തിയിട്ടില്ല എന്ന് വേണം. കാരണം പുറത്തു നിന്നുള്ള മോഷണമാണ് എങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ എല്ലാം പോലീസിന് വളരെ പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെയൊന്നില്ല. ഇനിയിപ്പോൾ ഇതിൽ രാമചന്ദ്രനെ കണ്ടെത്താനായിട്ടില്ല എന്നതാണല്ലോ ഇതിലെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. മറ്റാർക്കെങ്കിലും ഒക്കെ ഇതിൽ പങ്കുണ്ടോ? അങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടോ പോലീസിന്? അഭിലാഷ്, നിലവിൽ ഈ തിരുവാഭരണങ്ങളുടെ ഉത്തരവാദിത്തം കീഴ്ശാന്തിയായ രാമചന്ദ്രൻ തന്നെയാണ്. കാരണം 13-ന് പുലർച്ചെ 5 മണിക്ക് ക്ഷേത്രത്തിൽ നടപടി പ്രകാരം കീഴ്ശാന്തി തന്നെയാണ് ആ ലോക്കറിലെ ഉള്ള സ്വർണം ഒപ്പിട്ട് വാങ്ങിയിട്ടുള്ളത്. തീർച്ചയായും അത് തിരികെ ഏൽപ്പിക്കേണ്ട ഉത്തരവാദിത്വവും രാമചന്ദ്രന് തന്നെയാണ്. രാമചന്ദ്രനെ ഇന്നലെ മുതൽ കാണാതായിട്ടുണ്ട്. രാത്രി 9 മണിയോടെയാണ് അരൂർ പോലീസിലെ ക്ഷേത്ര ഭാരവാഹികൾ പരാതി നൽകുകയും ചെയ്തിട്ടുള്ളത്. തീർച്ചയായും ആ സ്വർണ്ണാഭരണങ്ങളെ ഉത്തരവാദിത്തം, അതായത് ഇത് കൈപ്പറ്റി കഴിഞ്ഞാൽ പിന്നെ കസ്റ്റോഡിയനായിട്ടുള്ള ആള് രാമചന്ദ്രനാണ്. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് എന്തായാലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. പിന്നീട് ഇയാൾ ആരോടും പറയാതെ എവിടെ പോയി എന്നുള്ള ചോദ്യം ഉയർന്നു നിൽക്കുന്നു. കാരണം അത്തരത്തിൽ ഒരു ഉച്ചപൂജയ്ക്ക് ശേഷം ഇയാളെ അവിടെ കാണാനില്ലായിരുന്നു എന്നുള്ളതാണ്. സ്വർണ്ണാഭരണങ്ങളും കണ്ടില്ല. പലതവണ ക്ഷേത്രം ഭാരവാഹികൾ ഫോൺ വിളിച്ചെങ്കിലും ഇയാൾ ഫോൺ എടുത്തില്ല. പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആവുകയായിരുന്നു. എന്തായാലും ആ പ്രദേശത്തുള്ള CCTV കേന്ദ്രീകരിച്ചൊക്കെ പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. 4 മാസം മുമ്പാണ് രാമചന്ദ്രൻ എഴുപുന്ന ക്ഷേത്രത്തിൽ ഈ ജോലിക്കായി എത്തുന്നത്. അതിനുശേഷം ആണ് ഇന്നലെയാണ് അത്തരത്തിൽ ഒരു മേൽശാന്തി ഇല്ലാതിരിക്കുകയും ഒപ്പം തന്നെ ഇദ്ദേഹത്തിന് കൃഷ്ണന് ഭഗവാനെ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള വിഷുദിനത്തിന് വേണ്ടിയുള്ള
സ്വർണ്ണാഭരണങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരണ്യ സ്നേഹജൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.